ശരിയാക്കിട്ടോ. ആരുമില്ല ഇവിടെ, ആരുമില്ല ഇവിടെ, ആരുമില്ല ആരുമില്ല, മണ്ടോതിരി രാഘവനോ? ലക്ഷ്മിയെ, ഇതെന്റെ കുഞ്ഞമ്മയും കൊച്ചച്ഛനും വന്നേക്കണ്. ഇരിക്കി ഇരിക്കി. ഇരുത്തണ്ട. എന്തേ? എവിടാ കുറിച്ചങ്ങട്? എവിടെയാ കുറിച്ചിട്ട്? ആരേനെ ഉദ്ദേശിച്ചത്? ആരാ? എന്താ? ആ കുഞ്ഞമ്മ. ചായ കൊടുക്കടി. ഇരിക്കി ഇരിക്കി. ഇരിക്കാൻ സൗകര്യമില്ല. ഇരിക്കാൻ സൗകര്യമില്ല. എന്റെ മോളുടെ കല്യാണം നടത്താൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളെ മോളെ കല്യാണം നടത്താൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതെ, പൈസക്ക് കുറച്ചേ കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ കണ്ണി കൊണ്ട തെണ്ടുകളൊന്നും വീട്ടിൽ കയറ്റി എന്റെ മോളുടെ ഭർത്താവാകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ലടാ. പൈസക്ക് ലാസം കുറവുണ്ടെന്നേ ഉള്ളൂ. കാരണം തെണ്ടിയുടെ മോളെ ഭർത്താവാക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താ സംഭവം? കാര്യം എന്താന്ന് മോനോട് ചോദിക്കേ. എന്താ മോനോട് ചോദിക്കേ? ഇവൻ പറഞ്ഞിട്ടേ ഒരു വൃത്തിയുടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു കല്യാണാലോചിക്കാൻ. ഇവൻ പറഞ്ഞിട്ട് ഒരു മഹാവൃത്തിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു കല്യാണാലോചിക്കാൻ. അല്ലടാ, നീ ആരേനാ ചെക്കനെ ആലോചിച്ച്? കുഞ്ഞമ്മടെ മോൾക്ക് നമ്മുടെ ഉണ്ണീനെ. ഉണ്ണീനെ? ഉണ്ണി. ഇവൻ പറഞ്ഞു വിട്ടതല്ലേന്ന് ഓർത്ത് വീട്ടിൽ കയറി അവനെ സൽക്കരിച്ച് ചായയും കൊടുത്ത് പറഞ്ഞു വിട്ട് അവന് നമ്പറും കൊടുത്ത്. കല്യാണം ഒന്നും നടത്തിയില്ലോ. പിന്നെ കല്യാണം നടത്തില്ല. കേട്ടോ? എന്തേ? അവനെന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണ്. ഉറങ്ങിയോ? എന്ത് ഡ്രസ്സാ ഇട്ടേക്കണേ? മോളു കഴിച്ചോ? അമ്മനെ മോളെ അവൻ പൊന്നുപോലെ നോക്കാന്ന് എന്നോട് പറഞ്ഞ അതായിരിക്കുള്ളൂ. അല്ല, അതിപ്പോ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ആലോചിക്കാം. വേണ്ട. ഞങ്ങളുടെ മോക്ക് നല്ലല്ലെന്ന് തോന്നിയാൽ ഞങ്ങൾ നടത്തൂല. ഞങ്ങളെ മോക്ക് നല്ലതെന്നുണ്ടെന്ന് ഞങ്ങൾ നടത്തൂല. അല്ലേ? എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ? അവർക്ക് അറിയില്ല, അതൊക്കെ അവര് ചെയ്തോളില്ലേ. സോറി കുഞ്ഞമ്മ. അത് ഇവളിവിടെ നിക്കണ്, അല്ലെങ്കിൽ നിന്റെ തലയും കൊണ്ടേ ഞാൻ പോകണായിരുന്നു. തലയും കൊണ്ടേ പോയില്ല ഞങ്ങൾ. അങ്ങനെ പറ്റിപ്പോയി അബദ്ധത്തിൽ. ഇനി അവരുടെ മകൾക്ക് ഒരാലോചന നമ്മൾ നോക്കരുത്. ഇല്ല, ഇനി ഞങ്ങളുടെ മകൾക്കെന്നല്ല ഒരാലോചന ഇവൻ ആലോചിച്ചെന്ന് അറിഞ്ഞ മുട്ടുകാല് വലിയൊടിച്ച് ഇവിടെ കേട്ടിടും ഞാൻ. മുട്ടുകാലല്ല ഓടിക്കും ഞങ്ങൾ. അല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇരിക്കും. നമുക്ക് ഇനി ഒന്നും കേൾക്കണ്ട. ആളുകള് കേൾക്കും. മറിമായം